ദീനിൽ പുത്തൻ നിർമ്മിതികൾ പുതുതായി ഉണ്ടാക്കിയതിൽ ആളുകൾ ആവേശത്തിലും അതിനായി ആളുകൾ മത്സരത്തിലും ആണ് ഈ പിൽക്കാലങ്ങളിൽ. പ്രത്യേകിച്ച് നമ്മളിവിടെ കേട്ടതുപോലെ മീലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുക, ആ മാർഗത്തിൽ ആളുകൾ മീലാദുൻ നബി പുതുതായി ഉണ്ടാക്കി അതിലുള്ള ആഘോഷങ്ങൾ, ആചാരങ്ങൾ പലതും ഇതൊക്കെ കൊണ്ടാടുന്നതിനുള്ള ആളുകളുടെ ഒരു താല്പര്യം, വാശി, വർഷാവർഷങ്ങളിൽ അതിൽ നൂതനമായത് പലതും കടന്നുകൂടി ദീനുൽ ഇസ്ലാം സുന്ദരമാണ്, അതിൻ്റെ മുഖം വികൃതമാക്കപ്പെടുന്നു. അന്യാചാരങ്ങളും മറ്റും ദീനിൽ കടത്തിക്കൂട്ടി സുന്ദരമായ ഈ ദീനി ആദർശം അത് വികലമാക്കപ്പെടുന്നു. ദീനില്ലാത്തത് കടത്തിക്കൂട്ടി അത് ആചരിക്കാത്തവർ പ്രവാചക സ്നേഹമില്ലാത്തവർ എന്ന് വിധിക്കപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാത്തവർ എന്ന് അവരെക്കുറിച്ച് മുദ്ര ചേർത്തപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഇതൊക്കെ പിൽക്കാലത്ത് വന്നതാണ്. നമ്മളിവിടെ കേട്ടു, ദീൻ അന്ന് പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. നല്ലതെന്ന് പറഞ്ഞ് ഇതിലൊന്നും ചേർക്കാൻ ഇനി ഒരവസരവുമില്ലാത്ത വിധമാണ് അല്യൗമ അക്മൽതു ലക്കും ദീനക്കും. എന്നിട്ട് പിന്നെ ദീനിൽ നല്ലതെന്ന് പറഞ്ഞ് പിൽക്കാലത്ത് ദീനിൻ്റെ ശത്രുക്കൾ ഉണ്ടാക്കിയത്, അതും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അനിൽ ജമീഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗശേഷം അവരാണ് ഇവിടെ ഖലീഫന്മാരായി നിശ്ചയിക്കപ്പെട്ടത്. പതിറ്റാണ്ടുകൾ അവർ ഇവിടെ ഭരണം നടത്തിയിട്ടുണ്ട്. ആ തലമുറയിൽ ഉത്തമന്മാർ അവരൊന്നും അനുഷ്ഠിക്കാത്തത്, ആചരിക്കാത്തത് ദീനായിട്ട് പിൽക്കാലത്ത് ആചരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, ഉത്തമ തലമുറ നമ്മളിവിടെ കേട്ടു, സഹാബത്തിൻ്റെ തലമുറ, അതിന് തുടർന്ന് താബീങ്ങളുടെ തലമുറ, താബീങ്ങളുടെ തലമുറ, അവർക്കൊന്നും ദീനായി ആഘോഷമില്ലാത്തത്, ആചാരമില്ലാത്തത് പിൽക്കാലത്ത് മുസ്ലിമീങ്ങൾ ആഘോഷിക്കുക, ആചരിക്കുക, ദീനായി അത് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബിദ്അത്തുകൾ അത് വളരെയധികം സൂക്ഷിക്കപ്പെടേണ്ടതാണ്. കാരണം ഇതര നിഷിദ്ധങ്ങളെപ്പോലെയല്ല ബിദ്അത്തുകൾ. അത് പുണ്യമാണെന്ന നിലക്ക്, നന്മയാണെന്ന നിലക്ക്, വീറിൽ വാശിയിൽ ആളുകൾ അതിലേക്ക് മത്സരിക്കുന്ന, ആളുകൾ അതിലേക്ക് ചേരുന്ന ദുരവസ്ഥ ഉണ്ടാകും. നന്മയാണെന്ന് പറഞ്ഞാണ്, ദീനെന്ന് വിധിച്ചു വിശേഷിപ്പിച്ചാണ് ബിദ്അത്തുകൾ ചെയ്യുക. അതുകൊണ്ട് തന്നെ ആളുകൾ അത് കയ്യൊഴിക്കുക എന്നുള്ളത് ശ്രമകരമായിരിക്കും. മറ്റുള്ളവരെ, അത് ചെയ്യാത്തവരെ ദീൻ വിരോധികളായി അതിനാൽ ചിത്രീകരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും.